മക്കളെ, നമുക്ക് പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇതുപോലെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. नीम उपयोगी पेड़ है, इसके फूल और पत्ते दवा के काम आते हैं, इसकी छाया शीतल होती है, नीम के बीज से तेल निकालते हैं. क्वेश्चन നോക്കാം. नीम के पेड़ की छाया कैसी होती है? शीतल അല്ലേ? നമ്മളിവിടെ വായിച്ചപ്പോൾ കണ്ടതാണ് शीतल होती है. नीम के फूल और पत्ते किसके काम आते हैं? दवा के काम आते हैं. നമ്മളിവിടെ കണ്ടതാണത്. ദവ എന്നത് नीम के बीज से क्या निकालते हैं? नीम के बीज से तेल निकालते हैं അല്ലേ? ഇനി എന്താണ്? वृक्ष के लिए प्रयुक्त शब्द कौन सा है? വൃക്ഷം എന്നതിനെ പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? പേട്. അടുത്ത നോക്കാം. यहाँ नीम का कौन सी विशेषता बताई गई है? ഇവിടെ നീം എന്നതിന്റെ എന്ത് വിശേഷതയാണ് പറഞ്ഞിരിക്കുന്നത്? ഉപയോഗി അല്ലെ? ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നീം ഉപയോഗി പേട് ഹേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നോക്കാം. ഗതിവിധി രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ്. കവിതാശ് പഠയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിഖേ. താഴെ തന്നിരിക്കുന്ന കവിത വായിക്കുക, എന്നിട്ട് അതിന് ഉത്തരം എഴുതാം. देश हमारा चमके जैसे जगमग तारा, देश हमारा सत्य अहिंसा का रखवारा, देश हमारा बलिदानों ने उसे संवारा. यहाँ नक्षत्र के लिए प्रयुक्त शब्द कौन सा है? താര എന്നാണ് നക്ഷത്രത്തിന് പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം അല്ലേ? അടുത്തത് നോക്കാം. ബലിദാനോനെ ഹമാരെ ദേശക്കോ സംവാര. ഈ ആശയ വാലി പങ്ക്തിയാ കവിതാംശ സെ ചുൻകർ ലിഖേ. ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശയം വരുന്ന വരികൾ ഏതാണ്? ദേശ് ഹമാര ബലിദാനോം നെ ഉസേ സംവാര, ബലിദാനോം നെ ഉസേ സംവാര. ഇതാണ് ആ ആശയം വരുന്ന വരികൾ. അടുത്തത് ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. രണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാര ദേശ് താരേക്കെ സമാൻ ചമക്താ ഹേ ശരിയായ സെന്റൻസ് ആണ്. പിന്നെ ഹമാര ദേശ് സത്യ ഓർ അഹിംസ കാ രക്ഷക് ഹേ അതും ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. ഹമാരെ ദേശ് മേ ബലിദാനോം കാ കോയി മഹത്വ നഹി ഹേ എന്നത് ശരിയല്ല, തെറ്റാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. സൂചന पाठ का यह अंश बड़े और प्रश्नों के उत्तर लिखे. मैं तुमसे उतना प्यार करता हूँ अम्मा, अम्मा ने नन्हे उल्लू को थाम लिया, तुम कितनी बार गले लगाओगी मुझे? नन्हे उल्लू ने पूछा. बहुत बार, अम्मा ने फिर उसे गले से लगाया लिया. कितनी बार? नन्हे उल्लू ने ऊँघते हुए पूछा. जितनी लहरें हैं समुद्र में, जितने तारे हैं आसमान में, उतनी बार. നന്ന ഉല്ലു പൂരി രാത്ത് കഹാം ബൈട്ട. രാത്രി മുഴുവൻ നന്ന ഉല്ലു എവിടെയാണ് ഇരുന്നത്? എന്താണ്? അമ്മാക്കെ സാത്ത് അല്ലെ? അമ്മാക്കെ സാത്ത് സംഘ് സിതാരോക്കെ നീച്ചെ മാംകെ സാത്ത് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ് അല്ലെ? ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് തന്നെയാണ് ഈ വാർത്താലാപ്. അമ്മ ഉല്ലു ഓർ നന്ന ഉല്ലു കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കരേ. അമ്മ ഉല്ലുവിനെയും നന്ന ഉല്ലുവിന്റെയും രണ്ടുപേരും തമ്മിലുള്ള വാർത്താലാപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നന്ന ഉല്ലു അമ്മ ഏക്ക് ബാത്ത് പൂച്ചോ, അമ്മ ഉല്ലു हाँ पूछो बेटा. नन्ना उल्लू अम्मा समुद्र कितना गहरा है? बहुत से. नन्ना उल्लू कितने? തും ജാക്കർ ദേക്കോ. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഇവർ തമ്മിലുള്ള സംഭാഷണം അല്ലെ? അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ പഠിച്ചാൽ മതി, അങ്ങനെ തന്നെ എഴുതിയാലും മതി. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. സമാചാർ പത്ര പഠിയും ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഇവിടെ തന്നിരിക്കുന്ന സമാചാർ പത്ര വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞത്.
बद्रीनाथ उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई। हजारों तीर्थयात्री बुरी तरह फंस गए थे। यहाँ प्रളय के अर्थ को सूचित करने वाला ശബ്ദ कौन सा है? പ്രളയം എന്നർത്ഥം വരുന്ന ശബ്ദം ഏതാണ്? സൈലാബ് അല്ലെ? സൈലാബ് എന്നാണ് പ്രളയം എന്ന അർത്ഥം വരുന്നത്. അടുത്തത് പ്രാകൃതിക ദുർഘടനാവോമേ മാനവ് കാ ഭി ഹാത്ത് ഹെ. പ്രകൃതി കാ സംരക്ഷണം ഹമാരാ കർത്തവ്യ. പ്രകൃതി സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ് എന്ന സന്ദേശം വരുന്ന പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം അത്. ഈ സന്ദേശവാക്യം എഴുതുക, പിക്ചർ വരയ്ക്കുക, ബോക്സിലാക്കുക, വൃത്തിയായിട്ട് ചെയ്യുക അല്ലെ. ഇനി അടുത്തത് നോക്കാം. വർഗ പഹേലിയാണ്. ഇവിടെ മച്ചലി, ബാദൽ, ഹിരൺ, ബന്ദർ, ഗായ് അത്രയും തന്നിട്ടുണ്ട്. അത് നമ്മൾ നീച്ചേക്ക് ഓർ നേരെ താഴോട്ട് ഇതാ ഇങ്ങനെയാണ് മച്ചലി എഴുതേണ്ടത്. എഴുതിയ നോക്കാം. മച്ചലി കണ്ടോ. അടുത്തത് ബാദലാണ് വരുന്നത്. അതും എങ്ങനെയാണ്? രണ്ടാമത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. ബാദൽ അങ്ങനെ എഴുതുക. അടുത്തത് ഹിരണാണ്. മൂന്നാമത്തത് ഹിരൺ നേരെ താഴോട്ട് തന്നെ എഴുതി. പിന്നീട് ബന്ദർ നാലാമത്തെ കോളം നോക്കുക. ബന്ദർ എങ്ങനെയാണ് എഴുതേണ്ടത്? അതിൽ ബം എന്ന് മാത്രം എഴുതിയാൽ മതി. ദാര നേരത്തെ നമ്മൾ എഴുതിയതിന്റെ ബാക്കിയായിട്ട് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ബന്ന് എഴുതി കഴിഞ്ഞാൽ ബന്ദർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഗായ്. നമ്മൾ താഴെ അഞ്ചാമത് ഗായ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. സൂചന കവിതാംശ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഇവിടെ തന്നിരിക്കുന്ന കവിത വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂർഖ മാം ഗർസേ നികലെ. അതായത് കോഴീനാണ് പറയുന്നത് കേട്ടോ. ബസ്താലെ ബാസാർ ചലി ബച്ചേ പോലെ ചേം 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 അമ്മ ഹംബി സാത്ത് ചലേം. കവിതാമേ മുർഗി മാം. ഇവിടെ മുർഗ എന്നാണ് തന്നത്. മുർഗിയാണ് കേട്ടോ. മുർഗി മാം ഔർ ഉസ്കെ ബച്ചേ ഹെ. കവിതയില് മുർഗി മാമുണ്ട്, അതുപോലെ തന്നെ അതിന്റെ കുട്ടികളും ഉണ്ട് അല്ലെ. പിന്നെ അടുത്തതുണ്ട് മുർഗി മാം ബാസാർ ജാനേക്ക് ഗർസെ നികലി. മുർഗി മാം അങ്ങാടിയിൽ പോകാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മുർഗി മാം ബസ്താ ലേക്കർ ബാസാർ ചലി ബച്ചേ ബോലെ ഹം ബി സാത്ത് ചലേം. നമ്പർ ഇട്ടിട്ടുണ്ട് ഓർഡർ ആയിട്ട് കേട്ടോ. ഇനി ഇവിടെ മുകളിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കവിതാക്കേലി ഉചിത ശീർഷക, ഉചിതമായ ശീർഷക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തെഴുതാ? ബച്ചേന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ബാസാർ കൊടുക്കുക, ബസ്ത എന്താ പറയാ, മുർഗി മാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യോജിക്കുന്ന ഒരു പേര് ശീർഷകമായിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ അത്രയാണ്. നിങ്ങൾ എത്രമാത്രം ക്വസ്റ്റ്യൻ കിട്ടുമോ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ വിടരുത്. എവിടെ നിന്നായാലും എങ്ങനെയായാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എക്സാം വരുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.